ഹായ്, വളരെ സന്തോഷത്തിലാണ് ഞാനുള്ളത്. എൻ്റെ കൂടെ ഉള്ളത് ഗിരീഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ട് അറിയാൻ നിൽക്കാൻ സന്തോഷം. എൻ്റെ ഗോൾഡ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു എൻട്രിയിൽ. അപ്പം ഗിരീഷ് കുമാർ കേരള ബാങ്ക് OAയുടെ 1ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എൻട്രിയിലെത്തി. ഞങ്ങൾ ഒരു ചെറിയ രീതിയിലൊരു ആഘോഷമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഗിരീഷ് കുമാറിൻ്റെ ജീവിതയാത്ര എന്നുള്ളത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ളൊരു വരവ് എന്ന് പറയുന്നത്, PSCയിലേക്കുള്ള? ഞാൻ PSC തുടങ്ങിയത് എൻട്രിയുടെ ഒരു ഗോൾഡ് ബാച്ച് എടുത്തു. നോർമൽ ബാച്ച് വഴിയാണ് PSC തുടങ്ങിയത്. ഒരു യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസിന് വേണ്ടി ഒരു റെഗുലർ ബാച്ചാണ് ഞാൻ എൻട്രിയിൽ തുടങ്ങിയത്. അതിൽ എനിക്ക് യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസ് കിട്ടി. അതിനുശേഷമാണ് സുജേഷ് സാറിന്റെ ഗോൾഡ് ബാച്ച് ഞാൻ യൂണിവേഴ്സിറ്റി LGSന് എടുക്കുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി LGS ഗോൾഡ് എനിക്ക് കിട്ടി. പക്ഷേ അത് ചില കാരണങ്ങൾ കൊണ്ടത് കാരണം കൊണ്ട് പോയി, അല്ലെങ്കിൽ അതിനു മുമ്പ് ജോലി എനിക്ക് വരണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ബേസിലാണ് ഞാൻ മുന്നോട്ട് എനിക്ക് പോയത്. അങ്ങനെ അവസാനത്തെ റാങ്കുകളുടെ പെരുമഴയായിരുന്നു. ഏതൊക്കെ റാങ്കുകളാണ് ഇപ്പോൾ ഉള്ളത്? ആദ്യം ഞാൻ വരുന്നത് യഥാർത്ഥത്തിൽ സാറിന് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആദ്യത്തെ ഒരു പ്രിലിംസ് കൂടെ ഞാൻ പാസ്സാവാത്ത ഒരാളായിരുന്നു എക്സാം നടന്ന സമയത്ത്. ഫസ്റ്റ് വന്ന എക്സാമിൽ ആദ്യം വരുന്നത് ഒരു എക്സ് സർവീസ്മെന്റ് ഒരു ഗാർഡ് ഉണ്ട്, കെല്ലെന്നുള്ളൊരു ഗാർഡിന്റെ ഒരു റാങ്ക് ലിസ്റ്റില്. അത് ടോട്ടൽ ഒരു 51 വേറെ റാങ്ക് ലിസ്റ്റ്. ഞാൻ 50ാമത്തെ ആളായിരുന്നു. പക്ഷെ വളരെ പുറകില്ല, ഒരിക്കലും നിയമനം നടക്കാത്ത ഒരു ലിസ്റ്റാണത്. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് 50ാമത്തെ മോശമല്ല. ഞാൻ എൻ്റെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ വില്ലേമേന തസ്തികയിൽ 639 പേരുള്ള 600ാമനായിരുന്നു. പിന്നെയാണ് ഓരോന്ന് കയറി വന്നത്. ഞാൻ അടുത്ത കയറ്റം പറയട്ടെ. അടുത്ത കയറ്റം എന്താ? അത് കഴിഞ്ഞത് പിന്നെ വന്നത് സെക്രട്ടേറിയറ്റ് ഗാർഡാണ്. അത് 400 മേലുള്ള ആൾക്കാരിൽ 120 പിന്നെ അത് കഴിഞ്ഞ് കമ്പനി ബോർഡ് സെക്യൂരിറ്റി ഗാർഡ്. ഇതെല്ലാം സെക്യൂരിറ്റി ഗാർഡിന്റെ എക്സാമ്പിളായിരുന്നു ആദ്യം. ഞാനൊരു LGS ലെവലിലാണ് തുടങ്ങിക്കൊണ്ടിരുന്നത്, അതിലും താഴെയായിരുന്നു. അതിലെ കമ്പനി ബോർഡിനകത്ത് 39ാമത്തെ തരാം, സെക്യൂരിറ്റി ഗാർഡ് 39ആയി. വീണ്ടും ഇച്ചിരൂടെ കയറി. അതിനുശേഷം വന്ന എക്സാമുകളിൽ വീണ്ടും ഞാൻ NCCയുടെ എക്സാമുകളായിരുന്നു. NCCയുടെ എക്സാമുകളിൽ LGS ആലപ്പുഴ എനിക്ക് 2ാം റാങ്ക് ആയിരുന്നു. പിന്നെ ഒരു കോട്ടയം LGS ഉണ്ടായിരുന്നു NCCയുടെ തന്നെ. അതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു. അർത്ഥത്തിൽ എക്സ് സർവീസ്മെന്റ് തന്നെ സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു. എന്ന് വെച്ചാൽ അത് ഒറ്റ നോട്ടിഫിക്കേഷൻ ആണ്, കോട്ടയത്തിന് മാത്രം. അതിൽ ഞാൻ 5ാം റാങ്ക് ആയിരുന്നു. പിന്നെ അടുത്ത വരുന്നത് NCC LD ക്ലർക്കായിരുന്നു ആലപ്പുഴ ജില്ലയിലെ. ഞാൻ 4ാം റാങ്ക് ആണ്. അത് കഴിഞ്ഞ് വരുന്നത് വേരിയസ് LGS ആണ് ആലപ്പുഴ. കഴിഞ്ഞ മീറ്റപ്പിൽ നമ്മൾ കണ്ടത് വേരിയസ് LGSന്റെ ആയിരുന്നു അല്ലേ? അത് എത്രയായിരുന്നു റാങ്ക്? എത്രയായിരുന്നു? വേരിയസ് LGS 2ാം റാങ്ക് ആയിരുന്നു. വേരിയസ് LD എനിക്ക് വന്നു, അത് 4ാം റാങ്ക്. 4ാം റാങ്ക് ഉണ്ട്. വെരി ഗുഡ്. ഏറ്റവും അവസാനത്തെ റാങ്ക് ലിസ്റ്റ് ആണ്. അങ്ങനെ ഞാൻ എക്സാം എഴുതിയതില് ഇതോടുകൂടി നിർത്തിയെന്ന് കാണുന്നവരാരും വിഷമിക്കണ്ട. ഇവർക്ക് പറയാനുണ്ടാവുക, കുട്ടികൾക്ക് പറയാനുണ്ടാവുന്ന ഒരു കാര്യം അതാണ്. ഇനിയും എഴുതിയിട്ട് ഞങ്ങളുടെ ചാൻസ് നശിപ്പിക്കണമെന്നുള്ള ചോദ്യമാണ് കുട്ടികൾ. ക്ലീഷേ ചോദ്യമാണ്. അതല്ല, സത്യത്തിൽ ശ്രമിക്കുന്നവൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ജോലി എന്താണോ അതിനുവേണ്ടി ശ്രമിക്കുകയും അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിർത്തുക, അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിർത്തുക എന്നുള്ളതാണ് സത്യം. പക്ഷേ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് സ്വാഭാവികമായിട്ട് വരുന്നൊരു ചോദ്യമാണ് അതിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഗിരീഷ് നല്ല രീതിയിൽ അവരുടെയും കൂടെ മനസ്സ് കണ്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പക്വത കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഡിലീഷനൊക്കെ കൊടുത്തായിട്ടുണ്ടല്ലോ ഏതോ? അതെ, ഞാൻ ഇത്ര എക്സാമുകൾ എഴുതുന്ന വെച്ചാൽ എനിക്ക് സമയത്തൊന്നും ജോലി ഇല്ലാത്ത സമയത്താണ് ഞാൻ എക്സാം ഇത്ര നാൾ എഴുതിക്കൊണ്ടിരുന്നത്. എനിക്കൊരു ജോലിയും ഇല്ലായിരുന്നു. റിസൾട്ടുകൾ വന്നാലും എനിക്ക് റാങ്ക് ലിസ്റ്റ് മെയിൻ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തുടർച്ചയായിട്ട് എക്സാമുകൾ എഴുതിയത്. പിന്നെ അങ്ങനെ വന്നതിന് ശേഷം ഞാൻ വേരിയസിന്റെ LGSന്റെ ഡിലീഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പുള്ള സെക്യൂരിറ്റി ഗാർഡിന്റെ ഡിലീഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം വന്ന ASM അതുപോലെ ലാബ് അസിസ്റ്റന്റിന്റെ ഒക്കെ പ്രിലിംസ് ഞാൻ പാസ്സായതാണ്. പിന്നെ ഞാൻ അതിന്റെ മെയിൻസ് ഞാൻ എഴുതിയിട്ടില്ല. അതാണ് നിങ്ങളെ കൂടെ മനസ്സിൽ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട. കാരണം ഞാനത് പറയാൻ കാരണമാണ്, ഈ കുറേ റാങ്ക് ലിസ്റ്റിൽ പെടുന്ന ആളുകളുടെ വീഡിയോയിൽ അധികവും മിക്കവാറും പലരും ഇതൊന്നും അറിയാതെ കുറേ നെഗറ്റീവ് കമൻറ്റ് പറയുന്ന ആളുകളുണ്ട്. സത്യത്തിൽ അതല്ല. അവർ കുറേ റാങ്ക് ലിസ്റ്റ് കയറുന്ന അവരുടെ അധ്വാനം കൊണ്ടാണ്. അതിൽ മികച്ച ജോലി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് തിരഞ്ഞെടുത്ത് അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളതിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. പിന്നെ പലരും എന്ത് ചെയ്യും, ഉയർന്ന ജോലിയിൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ താഴ്ന്ന ജോലിനെ കൊടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോൾ അവിടെ ഉയർന്ന ശമ്പളമുള്ള ജോലിയേക്കാളും സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളും കിട്ടുക ചിലപ്പോൾ ആ താഴ്ന്ന ശമ്പളമുള്ള ജോലിയിലേക്കായിരിക്കും. അതുകൊണ്ടാണ് പലരും ഡിലീഷൻ കൊടുക്കാത്തത്. അപ്പം അങ്ങനെ കൊടുക്കാത്തവരെ നിങ്ങൾ വേദനിപ്പിക്കുകയും ചെയ്യരുത്. ഇങ്ങനെ കൊടുക്കുന്നവർ അല്ലേ ആ സ്നേഹത്തോടെ തരുന്നതാണ്. അപ്പോൾ അത് അംഗീകരിക്കുകയും ചെയ്യാനാണ് നമുക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് പോരാടുക, നന്നായിട്ട് പെർഫോം ചെയ്യുക, പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഗിരീഷിനോടുള്ള എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്. ഈ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് പഠനത്തിലേക്ക് ഇറങ്ങുന്നത്. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഞാൻ ഇത്രയും കാലം പഠിച്ചിട്ടില്ല. ഇപ്പം പിള്ളേരാണെങ്കിൽ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, അങ്ങനെ വർഷങ്ങൾ നീണ്ട ഗ്യാപ്പ് വന്നു. അത് ഇതേപോലെ തന്നെ പല ജോലികൾ ചെയ്തിട്ട് ഗ്യാപ്പ് വന്നു, ഗൾഫിൽ നിന്ന് ഇങ്ങനെയൊക്കെ തിരിച്ചു വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ ഈ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ രാജ്യസേവനത്തിന് ശേഷം തിരിച്ചു വന്ന് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഈ ഒരു നീണ്ട ഗ്യാപ്പിനെ എങ്ങനെയാണ് അതിജീവിച്ചത്? അത് എങ്ങനെയാണെന്നറിയാൻ പലർക്കും ഒരു താല്പര്യം ഉണ്ടാവും.
അത് എല്ലാവരെയും പോലെ എനിക്കും ആദ്യം എക്സാമുകളൊന്നും കിട്ടത്തില്ലായിരുന്നു. എനിക്ക് ആദ്യം ഞാൻ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തപ്പെട്ടതല്ല, ഞാൻ തന്നെ കൊണ്ട് ഇപ്പം എൻ്റെ അവസാനത്തെ എക്സാമിലാണ് 1ാം റാങ്ക് എനിക്ക് കിട്ടിയത്. അതിന് ആദ്യത്തെ റാങ്കും പ്രിലിംസുകളിലൂടെ പാസ്സാകാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് എന്താണ് എൻ്റെ കുറവുകൾ ഞാൻ മനസ്സിലാക്കി തുടങ്ങി. ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് പുറമേ നിൽക്കുന്നില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല, ഞാൻ നോട്ടുകൾ എഴുതി തുടങ്ങിയായിരുന്നു. അങ്ങനെ ക്രമേണ സാറ് പഠിപ്പിച്ചപ്പോൾ അന്ന് മുതലുള്ള ഞാൻ എഴുതി തുടങ്ങിയ നോട്ടാണ്. ഞാനിത് കണ്ടിന്യൂ ഷോർട്ട് നോട്ടുകളാണ്, എനിക്ക് മാത്രം മനസ്സിലായാൽ മതി. വേറെ അത് കൊടുക്കാൻ അതൊരു ബുക്കിനകത്ത്. പക്ഷെ അത് അന്ന് ചെറുതായിട്ട് എഴുതിയ നോട്ടുകൾ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതനുസരിച്ച് ആ നോട്ട് വലുതായിക്കൊണ്ടിരുന്നു. ഓരോ കോഴ്സിനും ഞാൻ അതിൻ്റെ ബാക്കി ബാലൻസ് ആയിട്ട് ഓരോ വിഷയങ്ങളും നോട്ട് എഴുതുമായിരുന്നു. അങ്ങനെ അതെൻ്റെ ഒരു റിവിഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ എൻട്രിയിൽ കൃത്യമായി ഒരു 1.5 മാസം മുമ്പ് ആ ഒരു സിലബസ് തീർത്ത് തരുന്നുണ്ട്. പിന്നെ നമുക്ക് റിവിഷനും ചെയ്ത് തരുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ. അതിന് മുമ്പ് നമ്മൾ ആ റിവിഷൻ നടത്തിയിട്ടുണ്ട്, പരീക്ഷകൾ മാക്സിമം എഴുതിയിട്ടുണ്ടാവും. അതെ, അത് കഴിഞ്ഞ് എൻ്റെ നോട്ടുണ്ട്, അത് ഞാൻ വായിക്കുമായിരുന്നു ലാസ്റ്റിൽ. അതിന് മുമ്പ് റിവിഷൻ എല്ലാം കഴിഞ്ഞ് എനിക്കൊരു കോൺഫിഡൻസ് വരും എക്സാം എഴുതുന്നതിന് മുമ്പേ. അപ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും എന്താ ഒരു പ്ലാറ്റ്ഫോം ഒരിക്കലും നമുക്ക് നോട്ടുകൾ കുറച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പിക് കൂടുതലേ തരത്തുള്ളൂ, എപ്പോഴും കുറച്ചൊരിക്കലും കൊണ്ട് തരത്തില്ല. അപ്പൊ ആ ഒരു വിശ്വാസം എനിക്ക് എല്ലാ എക്സാം എഴുതുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, ഇതിൽ നിന്നും വരും. സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു ആത്മവിശ്വാസം വെക്കണം, നമ്മൾ വളരെ ആത്മവിശ്വാസം ഒഴിക്കണം നമ്മളൊരു എക്സാമിന് പോകുന്നതിന് മുമ്പ്. നമ്മൾ പഠിച്ചിടത്തും വിശ്വാസത്തോടെ നിൽക്കുക, നമ്മുടെ കഴിവിലും വിശ്വസിച്ച് നിൽക്കുക. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെ അതെ. അതുപോലെ തലേദിവസം ഒന്നും പഠിക്കരുന്നുണ്ട്. അത് ഞാൻ തലേദിവസം ഞാനൊന്നും പഠിക്കാറില്ല. പലരും തലേദിവസങ്ങൾ പഠിക്കണം. തലേദിവസം പഠിച്ചാൽ ചിലപ്പോൾ ഒരു ചോദ്യം വരും, ഇവർ ചിന്തിക്കുന്നത് എന്താ ആ ഒരു മാർക്ക് കിട്ടിയെന്നാ. പക്ഷെ ആ ഒരു മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി അത്രയും ബ്രെയിനിന് നമ്മൾ എഫേർട്ട് കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും തലച്ചോറ് സംഭരിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇല്ലാതാവും. അപ്പൊ അവിടെ നഷ്ടപ്പെടുന്ന കുറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. സാറിന്റെ ആദ്യമൊക്കെ ഞാൻ തലേദിവസം ഭയങ്കര കുത്തിയിരുന്ന് പഠിക്കുമായിരുന്നു. അതുപോലെ എക്സാമിന്റെ അന്ന് രാവിലെ പോകുമ്പോൾ ആ സ്കൂളിൽ പോയിരുന്ന് പഠിക്കുമായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സമയം കൊണ്ട് നമുക്കൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് ഇത്ര കാല സമയത്തുകൊണ്ട് നമ്മളൊരു വിഷയം അല്ലെങ്കിൽ ഒരു സിലബസ് നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു 5-6 മണിക്കൂർ കൊണ്ട് നമുക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ല. ഓൾറെഡി പഠിച്ചതും മറന്നു. പിന്നെ സാറിന്റെ അങ്ങനെ ഒരു മോട്ടിവേഷൻ കണ്ട ശേഷം ഞാൻ തലേദിവസം വളരെ റിലാക്സ് ആയിട്ടിരിക്കുമായിരുന്നു എപ്പോഴും. മൊബൈലിനകത്ത് എന്തെങ്കിലുമൊക്കെ സാറ് പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് എന്തെങ്കിലും കണ്ടുകൊണ്ട് ആ ഒരു ദിവസം ഇരിക്കും. നമ്മൾ ആ ഒരു പ്ലസന്റ് മൈൻഡിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെ, ഹാപ്പിനെസ് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടാനുള്ളതാണ് ആ ഒരു 1.5 മണിക്കൂർ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പണ്ട് കാലങ്ങൾ പഠിച്ച കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാൻ ഗുണകരമായിട്ട് മാറുക. അല്ലാതെ നമ്മൾ ഈ സ്ട്രെസ് ഹോർമോണുകൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് ആ ഒരു അവസാനത്തെ 1 മണിക്കൂർ വായിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ആ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണത്. ഇതേപോലെ തിരിച്ചറിയുന്ന ആളുകളാണ് റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകൾ നേടുന്നത്. ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ ഗിരീഷിന്റെ ഫാമിലിയൊക്കെ കാര്യങ്ങളൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും? വൈഫ് LPST ആണ്. മക്കള് 2 കുട്ടികളാണ്. അവര് ഇരട്ടകളാണ്. LPST എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എന്റെ വീടിന്റെ ആല ഗവൺമെന്റ് LP സ്കൂളിലാണ്. ഗവൺമെന്റ് LP സ്കൂളിൽ. പിന്നെ ഈ പരീക്ഷകൾ എങ്ങനെയാണ്? എൻട്രിയിലെ പരീക്ഷകളൊക്കെ എങ്ങനെയാണ് ഉപയോഗിച്ചത്? എൻട്രിയിലെ ഗോൾഡ് ബാച്ചുകൾ എന്ന് പറയുന്നത്, ഞാൻ ഗോൾഡ് ബാച്ചുകൾ എടുത്തതിന്റെ ഗുണം എനിക്കുണ്ട്. എന്ന് വെച്ചാൽ ഗോൾഡ് ബാച്ച് എന്ന് വെച്ചാൽ കൃത്യമായി എനിക്കായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട പഠിക്കാൻ. അന്നത്തെ ടോപ്പിക്കുകൾ തരുന്നുണ്ട്. ഇത്ര 4 ക്ലാസ് അല്ലെങ്കിൽ 5 ക്ലാസ് തരുന്നുണ്ട്. അത് ഞാൻ ക്ലാസ് കാണും. പിന്നെ അതിന്റെ എക്സാമുകൾ ഒരു വീക്കിലി ഒരു എക്സാം നടത്തും. അതിൽ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ഡെയിലി എക്സാം എഴുതും. അതേപോലെ മൊത്തത്തിൽ വീക്ക്ലി എക്സാമും എല്ലാം എഴുതും. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അതിൽ അതിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് ഡൗട്ടുകൾ ചോദിക്കാം. പക്ഷെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പല കുട്ടികളും ഉപയോഗിക്കുന്നില്ല. അതിൽ ഡൗട്ട് ചോദിക്കത്തില്ല, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ ലാസ്റ്റ് വരെ ഇരിക്കും. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം അതിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ആ ജീവിതത്തിൽ ആ ഒരു എക്സാം വരുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും. അത് പലർക്കും തിരിച്ചറിഞ്ഞു. അന്ന് നമ്മുടെ ബാച്ചില് മെന്റർ ഗിരീഷിന്റെ മെന്ററായിട്ട് എന്റെ കൂടെ മെന്ററായിട്ട് ഉണ്ടായിരുന്ന അരുണല്ലായിരുന്നു. ആദ്യം അരുണായിരുന്നു. പിന്നെ LDC വന്നപ്പോഴത്തേന് വിനീമിസ് ആയിരുന്നു. മെന്റർ സപ്പോർട്ടിനെ പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ലതെന്ന് വെച്ചാൽ എനിക്ക് LDC ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു വിശ്വാസമുള്ള വ്യക്തി. ഞാൻ LGS ലെവലിൽ സ്വപ്നം കണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ എനിക്ക് എന്റെ LDCയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു 5 മാസത്തെ ഒരു ക്ലാസ്സേ ഉള്ളൂ. അന്ന് വിനീമിസിന്റെ ഇതായിരുന്നു എനിക്ക് വിനീമിസിന്റെ ക്ലാസ്സുകൾ ഞാൻ തന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ആ ടോപ്പിക്കുകൾ പഠിച്ചിട്ടാണ് പോകുന്നത്. എനിക്കെന്ത് പഠിക്കാം അല്ലെങ്കിൽ എനിക്കൊരു പ്രത്യേക എൻ്റെ ഒരു പ്ലാൻ ഒന്നും ഇല്ല. ആ എൻട്രിയിൽ തരുന്ന ആ ഒരു ഇത് കാണുന്നു. പക്ഷെ എൻട്രിയിലെ ലൈവ് എക്സാമുകൾ മാക്സിമം ഞാൻ ദിവസം എഴുതുമായിരുന്നു. ദിവസം എഴുതുന്ന വെച്ചാൽ എല്ലാം മാക്സിമം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ എഴുതുമായിരുന്നു. അതുപോലെ എനിക്ക് അതിൽ അറിയാൻ വയ്യാത്തുണ്ടെങ്കിൽ അതിലൊരു നോട്ടായിട്ട് എഴുതുമായിരുന്നു. ഞാൻ എക്സാമുകൾ എൻട്രിയുടെ എക്സാമിന്റെ ഒരു നോട്ടുകൾ ഞാൻ തയ്യാറാക്കുമായിരുന്നു. അപ്പൊ ക്വസ്റ്റ്യനുകൾ എന്നും കണ്ട് അത് എനിക്കൊരു നോട്ടായിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള പ്രധാന കാര്യം, ഈ ഞാനും അനുഭവിച്ചൊരു കാര്യമാണ്. ഈ ഒരു ലാസ്റ്റ് കുറച്ചു കാലം മുന്നേ KS ഒന്ന് പഠിക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ഒരു പ്രായപരിധി കഴിയുന്ന സമയത്ത് നമുക്കൊരു മറവി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു 36 വയസ്സാണ് PSCയുടെ പ്രായപരിധി. പിന്നെ OBC 3 വർഷം, SCക്ക് ആണെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രായപരിധി ഉണ്ടല്ലോ. അപ്പോൾ ഈ അവസാന പ്രായപരിധിയിലേക്ക് എത്തുന്ന ആ ഒരു ഉയർന്ന പ്രായപരിധിയിലേക്ക് എത്തുന്ന ആളുകൾ പഠിക്കാനിരിക്കുമ്പോൾ അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, മറന്നു പോകുന്നുണ്ടോ, എനിക്ക് പഴയ ഓർമ്മശക്തി ഇല്ലേ,
മറക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയാണ്. ആ മറവി ഉള്ളതിനേക്കാളും ഭയാനകമാണ് അവരുടെ ആ ചിന്ത. ഇങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ഗിരീഷിന്? എനിക്ക് ആദ്യം ഒരു മറവിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ചിലപ്പോൾ മറക്കോ ഇല്ലയോ എന്നുള്ള പക്ഷേ പേടി ഉണ്ടായിരുന്നു. ഞാൻ നോട്ടുകൾ എഴുതുമ്പോൾ എനിക്കത് ഒന്നുകൂടെ ഞാൻ എഴുതുമ്പോൾ എനിക്ക് വീണ്ടും ഓർമ്മയെ നിൽക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ അതിനകത്ത് 4 ഓപ്ഷനായിട്ടാണ് തരുന്നത്. നമ്മൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ കുറച്ച് നാൾ പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുക. അതുപോലെ നമ്മൾ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എക്സാം നോക്കി ഒരു 6 മാസം നോക്കി പഠിച്ച് നിർത്തി ആ എക്സാം കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് എടുക്കും. അതാണ് ഏറ്റവും എടുത്തിട്ടില്ല. ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. ബ്രേക്ക് എടുക്കുമ്പം വീണ്ടും നമ്മൾ കുറച്ച് കഴിഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും 0 അല്ലെങ്കിൽ ഒരു 1 ആയിരിക്കും തുടങ്ങുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പലർക്കും സംഭവിക്കുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യും, PSC കുറ്റം പറയും അല്ലെങ്കിൽ ഇങ്ങനെ പറയും, അതായത് ഞാൻ നോക്കി എനിക്ക് കിട്ടിയില്ല, നീ നോക്കിയിട്ട് കാര്യമില്ല, കിട്ടില്ല എന്ന് പറയും. പക്ഷെ ഇതാണ് സംഭവം അല്ലെ, ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിഗ് സീറോ ആണ്. എന്റെ ഗ്രാഫ് ഒരിക്കലും ഞാൻ താഴെ അനുവദിച്ചിട്ടില്ല. എന്റെ ക്ലാസ് തുടക്കം മുതലുള്ള എന്നുവെച്ചാൽ തുടക്കം എനിക്കൊന്നും കിട്ടാതെ അതിൽ നിന്ന് ഞാൻ മുകളിലോട്ട് കൊണ്ടുപോകാൻ നോക്കിയുള്ളൂ. എന്നുവെച്ചാൽ ഞാൻ എവിടെ പഠിച്ച് നിർത്തി അതിന്റെ മുകളിലോട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ പഠിച്ച് ഞാൻ ഗ്യാപ്പ് ചിലപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് ഗ്യാപ്പ് എടുക്കുന്ന ഒരു 3 ദിവസത്തെ റെസ്റ്റേ ഞാൻ എടുക്കാറുള്ളൂ. പലരും ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്ത് ഒരു 6 മാസം ഇരിക്കും, അല്ലെങ്കിൽ ആ എക്സാം കഴിഞ്ഞതോടുകൂടി അവർ നിർത്തും. അവരുടെ ഒരു ജോലി കഴിഞ്ഞ മതി അവർ നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ വീണ്ടും അവർ ഒരു 3-4 അല്ലെങ്കിൽ 2-3 മാസം പഠിക്കത്തില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഏതെങ്കിലും ഒരു എക്സാം അല്ലെങ്കിൽ വലിയൊരു എക്സാം വരുമ്പോൾ വീണ്ടും അതിലേക്ക് വരുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും പാടില്ല. ഗ്യാപ്പിൽ നമ്മൾ വീണ്ടും 0 ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ അത്ര നാൾ പഠിച്ച് നമ്മുടെ നിന്ന് പോയി. എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് നാൾ പഠിക്കാറ് നമുക്ക് മറവി എല്ലാവർക്കും വളരെ പെട്ടെന്ന് വരും, കൂടുതൽ ആൾക്കാർക്കും. ഞാൻ ഒരിക്കലും എൻ്റെ ഗ്രാഫ് താഴെ അനുവദിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ആദ്യം ഞാൻ എങ്ങനെയായിരുന്നു അതിന്റെ മുകളിലോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എവിടെ നിർത്തി അവിടെ നിന്ന് പഠിക്കുമായിരുന്നു. കൂടി വന്ന ഒരു എക്സാം കഴിഞ്ഞ ഒരു 3 ദിവസത്തെ റെസ്റ്റാണ് ഞാൻ 3 ദിവസം റെസ്റ്റ് എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത എക്സാമിന് ഇരിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. അതെ, ഗിരീഷ് പറഞ്ഞൊരു കാര്യം ഞങ്ങൾ കുറച്ചു നേരത്തെ മുന്നേ സംസാരിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, സാർ 1 വർഷം കൂടെ എൻട്രി എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഗിരീഷ് ഇനി പരീക്ഷകൾ നോക്കുന്നില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. കാരണം ഇത്രയും പഠിച്ച് ആ ഒരു സാധനം ഇനിയൊരു ജോലി നോക്കുന്നില്ല എന്നുള്ള ഒരാൾ പോലും ഇനിയും കുറച്ച് കാലം അല്ലെ ഒരു മിസ് ചെയ്യുന്നൊരു ഫീല് പറഞ്ഞു. അപ്പോൾ എനിക്കിനി 1 വർഷം കൂടി അതൊന്ന് ക്ലാസ്സുകൾ കാണാനുള്ള അവസരം തരാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അത് എൻട്രിയെ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഘടകവും. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പലരും പറയുന്നൊരു കാര്യമുണ്ട്, PSC ഒരു ചുരുളിയാണ്, അതിൽ പെട്ടുപോയാൽ പിന്നെ മോചനമില്ല എന്നുള്ളത്. അതിന് ഉദാഹരണമാണിത്. PSC ചുരുളിയാണ്, അതിൽ പെട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഇനി 1 വർഷം കൂടെ പഠിക്കണം തോന്നുന്നത്. പക്ഷേ ആ ചുരുളിയിൽ പെട്ട അയാൾ എന്ത് നേടിയെടുത്തിട്ടുണ്ട്, ഇത്രയും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്, ജോലി നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് PSC ചുരുളിയാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. ആ ചുരുളിയിൽ പെട്ടാൽ വിജയിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അവരുടെ കഥകൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂകളായിട്ട് മാത്രമേ കേൾക്കുള്ളൂ. അതിൽ കുറച്ചൊന്ന് ഇറങ്ങി തിരിച്ച് നേരത്തെ ഗിരീഷ് പറഞ്ഞ പോലെ ഗ്യാപ്പ് വരുന്നു, നിർത്തുന്നു, അവിടെ ഇട്ടേച്ച് പോകുന്ന ആളുകളെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് പറയുന്ന ആളുകളായിട്ട് നിങ്ങൾ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ കഥകൾ കേൾക്കുക, അതിൽ മോട്ടിവേറ്റഡ് ആവുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഗിരീഷെ, എല്ലാവിധ ഭാവുകങ്ങൾ നേരെയാണ്. ഭാവിയിൽ സർക്കാർ ജീവിതത്തിലും ആർമിയിൽ ശോഭിച്ച പോലെ ഇവിടെയും ശോഭിക്കാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. പിന്നീട് കാണാം, അടുത്ത മീറ്റപ്പിന് കാണണം. ഏത് നമ്മുടെ ഈ ഒരു ഇതിന്റെ മീറ്റപ്പിന് വന്നില്ല, കേരള ബാങ്കിന്റെ ഇങ്ങനൊരു വേദിയിൽ എത്തപ്പെടുക എന്ന് പറയുന്നത്. ഇനി എന്താ പറയാനുണ്ട് ഉദ്യോഗാർത്ഥികളുടെ, പുതിയ ആൾക്കാരോട് എന്താ പറയാനുള്ള? PSC എന്ന് പറയുന്നത് കിട്ടില്ലെന്ന് പറയുന്ന ആൾക്കാർ ചുമ്മാതെ പറയുന്നതാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടല്ല പഠിക്കേണ്ടത്, നമ്മൾ ഇഷ്ടപ്പെട്ടാണ് പഠിക്കേണ്ടത്. നമ്മൾ ഓരോ ദിവസം പഠിക്കുമ്പോഴും ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വേണം. 2 മാസത്തോളം നമുക്കൊരു കഷ്ടപ്പാടായിരിക്കും. പക്ഷേ ആ 2 അല്ലെങ്കിൽ 1.5 മാസം നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ദിവസം എന്തെങ്കിലും പഠിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും. ഇന്നൊന്നും പഠിച്ചില്ലല്ലോ. അങ്ങനെ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തപ്പെടുമ്പോഴത്തേന് നമുക്ക് പിന്നെ PSC മുന്നോട്ടുള്ള എക്സാമുകൾ എളുപ്പമായിരിക്കും. ഇനി ഇപ്പോഴും PSC നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നാളെ നിങ്ങളുടെ അവസരമായിരിക്കും ഇതുപോലെ ഒരു വേദികൾ അല്ലെങ്കിൽ ഉയർന്ന റാങ്കുകൾ എത്തപ്പെടാൻ എല്ലാവർക്കും കഴിയും. എന്നുവെച്ചാൽ റാങ്കുകൾ ആരുടെയും കുത്തകകളല്ല, ആര് കഷ്ടപ്പെടുന്നു അവരുടെയാണ് റാങ്കുകൾ. ഓക്കെ, അപ്പം അടുത്തത് നിങ്ങളെയാണ് ഈ സീറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാണാം.